റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡിൽ റോബർട്ട് ക്യൂസാക്കി പറയുന്ന രണ്ടാമത്തെ ലെസനെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുന്നത്. ഡോണ്ട് വർക്ക് ഫോർ മണി, മേക്ക് മണി വർക്ക് ഫോർ യു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഒരു 24 മണിക്കൂറും പണിയെടുക്കുന്ന ഒരു എംപ്ലോയി എന്ന് വിചാരിച്ചോ. അയാൾക്ക് ഒരു ലീവും ഇല്ല, അല്ലെങ്കിൽ ഒരു ഹോളിഡേയും ഇല്ല. അയാളെ സംബന്ധിച്ചോളം അയാൾക്ക് ഒരു സാലറിയും കൊടുക്കണ്ട. പക്ഷെ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു എംപ്ലോയിയെ കിട്ടിയാലോ, ആ എംപ്ലോയിയാണ് ആക്ച്വലി ക്യാഷ് എന്ന് തന്നെ പറയുന്നത്. ആ പൈസയെ കൊണ്ട് നമ്മൾ വീണ്ടും പൈസ ഉണ്ടാക്കാൻ വേണ്ടി നോക്കണം. ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. 2010 ഒരു കമ്പനിയിൽ 2 എംപ്ലോയീസിന് 1 ലക്ഷം രൂപ ബോണസ് കിട്ടി. ആദ്യത്തെ എംപ്ലോയി എന്ത് ചെയ്തു, ആ 1 ലക്ഷം രൂപ കൊണ്ട് നേരെ ഒരു എൻഫീൽഡ് വാങ്ങിച്ചു. രണ്ടാമത് ഈ എൻഫീൽഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പാരന്റ് കമ്പനി ആയിട്ടുള്ള ഏഷ്യൻ മോട്ടോഴ്സിൽ ആൾ ആ 1 ലക്ഷം അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. 15 വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യത്തെ ആൾ എന്ത് ചെയ്തു, ആ ബൈക്ക് കേടായി വിൽക്കണം. 30,000 ആൾക്ക് കിട്ടുന്നത് വിൽക്കുമ്പോൾ. എന്നാൽ രണ്ടാമത്തെ ആൾ അന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 1 ലക്ഷം രൂപ 15 വർഷം ആകുമ്പോൾ 1 കോടി രൂപയായിട്ട് മാറി. ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി വ്യത്യാസം എന്താണ്. ഇതേപോലെ നമുക്കും ജീവിതത്തിൽ പല പല അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവിടെയൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന പോലെ ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ഇതാണ് ഇന്നത്തെ മെസ്സേജ്. ഞാൻ നിങ്ങളോടൊരു ചോദ്യം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്കോ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റിൽ മറുപടി തരണേ. ഓക്കെ, അപ്പോൾ അടുത്ത ലെസണുമായിട്ട് നമുക്ക് അടുത്ത ദിവസം